പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 8-14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരെയാണ് ദൈവമക്കളെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മയോട് ഹല്ലേലൂയ അതേ മെസ്സേജ്, അതേ ഒരു ദൂത് നമുക്ക് കൈമാറുന്നു. നാം ദൈവാത്മാവ് ഉള്ളവരാണോ ദൈവത്താൽ നടത്തപ്പെട്ടവരായിത്തീരും. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്നൊരു മാർഗനിർദ്ദേശം ദൈവം നമുക്ക് തരും. നിങ്ങൾക്കറിയാമോ, അപ്പസ്തോല പ്രവൃത്തി 10 ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അവൻ കൊർന്നേലിയോസിനോടും പത്രോസിനോടും ഒരുപോലെ സംസാരിച്ച് താൻ ഏതു വഴിയെ പോകണം, എന്ത് ചെയ്യണമെന്ന് ആലോചന കൊടുത്തു. പത്രോസിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 10:20 പറയുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോക എന്ന് പത്രോസിനോട് ആലോചന പറഞ്ഞു കൊടുത്തു. അതേസമയം ദൈവം കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ ഇറങ്ങിച്ചെന്നിട്ട് കൊർന്നേലിയോസിനോടും ദൂത് കൊടുത്തു. നീ പത്രോസ് എന്ന പേരുള്ള ഒരുവനെ വിളിക്കണം, അവനോട് ഞാൻ പറയുന്ന വചനം നീ ശ്രദ്ധിച്ച് കേൾക്കണം. നോക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മാർഗനിർദ്ദേശം തരും. നാം എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന്, എന്ത് സംസാരിക്കണമെന്ന് നമ്മെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ന്യായാധിപ സംഘങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന വാക്കുകളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായിൽ തരും. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളെങ്കിൽ ആത്മാവ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരും. നിങ്ങൾ പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. നിങ്ങൾക്കുള്ള ആലോചന പറഞ്ഞു തരും. നിങ്ങളെ അവൻ വഴി നടത്തും. 2 ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ സംസാര രീതി മാറും. നാം നമ്മുടെ ഭാഷയ്ക്ക് വ്യത്യാസം വരും. ദൈവാത്മാവിലുള്ളൊരു വ്യക്തിയുടെ സംസാരത്തിൻ്റെ ശൈലിക്ക് വ്യത്യാസം വരും. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ സംസാരിക്കുമ്പോൾ പലർക്കും അതുകൊണ്ട് ആശ്ചര്യമായി തീർന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് പലരും പറഞ്ഞു, ഇവർ പഠിപ്പില്ലാത്തവരാ, ഇവർ സാമാന്യ മനുഷ്യരാ. എന്നാൽ ഇവരുടെ സംസാര രീതി നോക്ക്, ഇവർ മറ്റുള്ളവരുടെ ഭാഷ സംസാരിക്കുന്നു. പലർക്കും സംഭ്രമം പിടിച്ചു. അറബിക്കാരും യഹൂദക്കാരും റോമാക്കാരും യവനക്കാരും അവരവരുടെ ഭാഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ ദൂതിനെ കേട്ടപ്പോൾ അവർക്ക് തന്നെ അതൊരു സർപ്രൈസായി തീർന്നു, അതൊരു അതിശയമായി തീർന്നു. എന്താ കാര്യം? അവരുടെ സംസാരത്തിൻ്റെ ഭാഷ മാറി, ആ രീതി മാറി. അവർക്ക് വേണ്ടുന്നത് പോലെ ആത്മാവ് അവർക്ക് വേണ്ടതുപോലെ സംസാരിപ്പാനുള്ള കൃപ നൽകി. ഇന്ന് പകൽക്കാലവും നാമും പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെയും ഭാഷയ്ക്ക് വ്യത്യാസം വരും, നമ്മുടെ ശൈലി മാറും, നമ്മുടെ മെസ്സേജ് മാറും. അത് ദൈവത്തിൻ്റെ പ്രത്യേകത എത്രേ. ഇതാ മൂന്നാമതായി, ദൈവാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ മുഖഭാവം മാറും. നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടാൻ തുടങ്ങും. ഒരു കാലഘട്ടത്തിൽ എന്ത് കേട്ടാലും എന്ത് സംസാരിച്ചും മുഖത്തിന് ഒരു ഭാവവ്യത്യാസവും വരത്തില്ല. പക്ഷേ മനുഷ്യരുടെ മുഖത്ത് നമ്മളിങ്ങനെ പറയത്തില്ലേ, ഒരു മുഖത്തിനൊരു പ്രസാദമില്ല. എന്നാൽ ദൈവാത്മാവ് വന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ആ സ്തേഫാനോസിൻ്റെ ജീവിത ചരിത്രം. മനുഷ്യർ കല്ലെറിയുമ്പോൾ ബൈബിൾ പറയുന്നു അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കാൻ തുടങ്ങി. കല്ലേറിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവൻ്റെ മുഖത്തിൻ്റെ ശോഭ കുറഞ്ഞില്ല, മറിച്ച് അവൻ്റെ മുഖത്ത് ദൈവ തേജസ് വെളിപ്പെട്ടു വന്നു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വണ്ണം അവൻ്റെ മുഖത്തെ തേജസ് വലുതായിരുന്നു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ മുഖ തേജസ് കൂടണമോ? നീ ആത്മാവിൽ നിറഞ്ഞാൽ മതി. നീ ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയെങ്കിൽ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയെങ്കിൽ നിൻ്റെ മുഖത്തിൻ്റെ തേജസ് മാറും. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തി 3 പൗലോസും പത്രോസും യോഹന്നാനും ഇതാ ആ പശബ
പക്ഷപാതക്കാരനോട്, ആ ഭിക്ഷക്കാരനോട് പറഞ്ഞു, ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്ക്, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്ക്. എന്താ നിങ്ങളുടെ മുഖത്ത് പ്രത്യേകത? ഞങ്ങളുടെ മുഖത്ത് ദൈവ തേജസ്സിനെ നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ടാ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്നൊരു പേര് പറയാൻ കാരണം ആ മുഖത്ത് വന്ന ദൈവ തേജസ് കൊണ്ടാണ്, ആ ദൈവിക ധൈര്യമാണ്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ മുഖഭാവം മാറുവാൻ, മുഖത്തിൻ്റെ തേജസ് മാറുവാൻ ദൈവമിടയാക്കും. ആത്മാവിൽ നിറയപ്പെട്ടാൽ മാത്രം മതി. ആത്മാവിനെ ചോദിക്കുമെങ്കിൽ നിനക്ക് ആത്മാവിനെ ദൈവം തരുവാൻ വിശ്വസ്തനത്രേ. തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും എന്ന് തിരുവചനം പറയുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവുണ്ടോ, അവൻ നമുക്ക് മാർഗനിർദ്ദേശം തരും. പരിശുദ്ധാത്മാവുണ്ടോ, നമ്മുടെ സംസാരത്തിൻ്റെ രീതി മാറും. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ, നമ്മുടെ മുഖഭാവം മാറും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണം. ഇവരുടെ സംസാര രീതി മാറട്ടെ. ഇവരുടെ മുഖഭാവത്ത് ദൈവത്തിൻ്റെ ഫേവർ വന്നു കഴിയുമ്പോൾ ഇവരുടെ മുഖഭാവം മാറട്ടെ. അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടട്ടെ. കർത്താവ്, ഇവർക്ക് പോകേണ്ടുന്ന വഴി അങ്ങ് കാണിച്ചു കൊടുത്ത് ഇവരെ വഴി നടത്തണം. നമ്മുടെ കർത്താവ് വിശ്വസ്തന, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.